വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് നമ്മൾ എടുക്കാൻ പോകുന്ന ടോപ്പിക് പഴശ്ശി വിപ്ലവം. അതിലെ ഇമ്പോർട്ടൻ്റ് പോയിൻറ്റ്സാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. മലബാറിൽ ബ്രിട്ടീഷുകാർ നേരിട്ട ശക്തമായ സമരങ്ങളിൽ ഒന്നാണ് പഴശ്ശി വിപ്ലവങ്ങൾ. ബ്രിട്ടീഷുകാർ നടപ്പിലാക്കിയ നികുതി പരിഷ്കരണങ്ങളാണ് പഴശ്ശി വിപ്ലവങ്ങൾക്ക് കാരണമായ ഘടകം. ജനങ്ങളെ സംഘടിപ്പിച്ച് പഴശ്ശിരാജ ബ്രിട്ടീഷുകാർക്കെതിരെ തിരിയാനുള്ള പ്രധാന കാരണങ്ങളാണ് കോട്ടയം പ്രദേശത്ത് നികുതി പിരിക്കാനുള്ള അധികാരം നൽകാത്തതും വയനാടിന്മേൽ അവകാശമുന്നയിച്ചതും. പഴശ്ശി വിപ്ലവത്തിന് നേതൃത്വം നൽകിയ രാജാവ് കോട്ടയം കേരളവർമ്മ പഴശ്ശിരാജ. ഒന്നാം പഴശ്ശി വിപ്ലവം നടന്ന കാലഘട്ടം 1793 മുതൽ 1797 വരെയാണ്. ഇതൊരു ഇമ്പോർട്ടൻ്റ് ക്വസ്റ്റ്യനാണ്. ഒന്നാം പഴശ്ശി കലാപത്തിൻ്റെ പ്രധാന കാരണം ബ്രിട്ടീഷുകാരുടെ തെറ്റായ നികുതി നയം. പിന്നെ ശ്രീരംഗപട്ടണം സന്ധിക്ക് ശേഷം നികുതി പിരിക്കാനുള്ള അധികാരം കമ്പനി നൽകിയത് കുറുമ്പനാട്ടെ വീരവർമ്മയ്ക്കായിരുന്നു. പഴശ്ശിരാജയോടൊപ്പം നിന്ന് കമ്പനി സൈന്യത്തെ ശക്തമായ എതിർത്ത വിഭാഗങ്ങളാണ് നായർ സമുദായങ്ങൾ, മാപ്പിളമാർ, ഗോത്രവർഗക്കാർ. ഇനി പഴശ്ശി വിപ്ലവ സമയത്ത് നടന്ന പ്രധാന കുറച്ച് സംഭവങ്ങളെക്കുറിച്ച് പറയാം. 1795 ജൂൺ 28 പഴശ്ശി രാജാവ് എല്ലാ നികുതി പിരിവും നിർത്തിവെച്ചുകൊണ്ട് ബ്രിട്ടീഷ് അധികാരത്തെ പരസ്യമായി വെല്ലുവിളിച്ചു. കലാപകാരി എന്ന് സൂപ്പർവൈസർ പ്രഖ്യാപിച്ച ഇരുവൈനാടു നമ്പ്യാർമാരിൽ ഒരാൾക്ക് അദ്ദേഹം അഭയം നൽകി. 1795 ഏപ്രിലിൽ ലഫ്റ്റനന്റ് ഗോർഡന്റെ കീഴിൽ ബ്രിട്ടീഷ് പട്ടാളം പഴശ്ശിയെ അദ്ദേഹത്തിൻ്റെ കൊട്ടാരത്തിൽ വെച്ച് പിടികൂടാൻ ഒരു ശ്രമം നടത്തി. എന്നാൽ പഴശ്ശി രാജാവ് വയനാടൻ മലകളിലേക്കു പിൻവാങ്ങി ഒളിപ്പോരിൽ ഏർപ്പെടുകയും 1796 ജൂണിൽ കുറ്റ്യാടിയിലേക്കുള്ള എല്ലാ ഗതാഗതവും അദ്ദേഹം നിർത്തിവെച്ചു. ജനങ്ങളെ പഴശ്ശിരാജാവുമായി സഹകരിക്കുന്നതിൽ നിന്നു നിരോധിച്ചുകൊണ്ട് ബ്രിട്ടീഷ് കമ്മീഷണർമാർ 1795 ഡിസംബർ 18 ഒരു വിളംബരം പ്രസിദ്ധപ്പെടുത്തി. ഒന്നാം പഴശ്ശി കലാപത്തിൽ മൈസൂർ നാട്ടുരാജ്യത്തിൻ്റെ സഹായത്തോടെ ബ്രിട്ടീഷുകാരെ വയനാട്ടിൽ നിന്നു പുറത്താക്കാനായി പഴശ്ശിരാജ ശ്രമം നടത്തി. ഒന്നാം പഴശ്ശി വിപ്ലവ സമയത്ത് പഴശ്ശി രാജാവിന് എതിരെ പട നയിച്ച പ്രധാന ബ്രിട്ടീഷ് സേനാതലവന്മാരാണ് ലഫ്റ്റനന്റ് ഗോർഡൻ, കേണൽ ഡോവ്, പിന്നെ മേജർ കാമറോൺ. 1797 മാർച്ച് 18 മേജർ കാമറോണിൻ്റെ നേതൃത്വത്തിലുള്ള ബ്രിട്ടീഷ് സൈന്യത്തെയാണ് പേരിയ ചുരത്തിൽ വെച്ച് പഴശ്ശിപ്പട ആക്രമിച്ചത്. 1797 ഒന്നാം പഴശ്ശി വിപ്ലവം അവസാനിപ്പിക്കാൻ പഴശ്ശിരാജയ്ക്കും ബ്രിട്ടീഷുകാർക്കുമിടയിൽ ഇടനിലക്കാരനായി നിന്നത് ചിറക്കൽ രാജാവ്.